വെൽക്കം ടു പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ സത്യക്കൊരു നൂറുകൂട്ടം എന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പാടി ചേച്ചി നല്ല പ്രസന്റ് ആണല്ലോ ഇന്ന്. ഇന്നെന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? മത്തന്റെ ഇല കൊണ്ട് തോരൻ. മത്തന്റെ ഇല കൊണ്ട് തോരൻ. മത്തന്റെ ഇല എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതായത് നാച്ചുറൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ മത്തന്റെ ഇല വെച്ച് നമ്മളൊരു ഇൻഗ്രീഡിയന്റ് ഒരു വിഭവം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് വളരെ നമുക്ക് കുറച്ചിലായിരിക്കും. സത്യക്ക് ഒരു 100 കൂട്ടത്തിൽ അല്ലേ? ഓക്കെ. അപ്പൊ മത്തന്റെ ഇല വെച്ച് തോരൻ. മത്തന്റെ ഇല തോരൻ അല്ലേ? നമ്മളിപ്പോ ചായ മനസ്സ ഉണ്ടാക്കിയ പോലെയുള്ള കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവം. ഓക്കെ. അപ്പൊ മത്തന്റെ ഇല എന്ന് പറയുമ്പോ ഇതില് മൂത്തല പാടില്ലല്ലോ. കുലുന്തല മാത്രമേ കുലുന്തല മാത്രമേ. മൂത്തല ഉണ്ടാക്കി ടേസ്റ്റ് കുറവായിരിക്കും. അപ്പൊ കുലുന്തല കട്ട് ചെയ്ത് കൊണ്ടുവരിക, വൃത്തിയായി കഴുകുക, എന്നിട്ട് കട്ട് ചെയ്യുക. മത്തന്റെ ഇല വെച്ച് നമ്മൾ പരിപ്പിട്ടിട്ട് കറി വെക്കും അല്ലേ? പരിപ്പിട്ട് കറി വെക്കും. നമ്മൾ തോരനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. പരിപ്പിട്ട് പിന്നെ അങ്ങനെ 2-3 ഐറ്റംസ് ഉണ്ടാക്കുന്നില്ല. ശരി. അപ്പൊ മത്തന്റെ ഇല തോരൻ, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിചയപ്പെടാം. ഇതിപ്പോ ഒരു കണക്കൊന്നുമില്ലല്ലോ എടുത്തതിന്, കുറച്ചെടുത്തു മാത്രം. ഇത് കാണില്ല, എത്ര കടയുണ്ടെങ്കിലും നമ്മുടെ ചായ മനസ്സ് വെച്ച പോലെ അങ്ങനെ കുറച്ചുണ്ടാവും. പക്ഷെ വളരെ നല്ല ഒരു വൈറ്റമിൻ പിടിച്ചൊരു സാധനമാണ്. മത്തന്റെ ഇല അപ്പൊ നമ്മള് മത്തന്റെ ഇല കുറച്ച് എടുത്തിട്ടുണ്ട്, കുരുന്തല എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, പിന്നെ ഉണക്കമുളക്, കടുക്, എണ്ണ ആവശ്യത്തിന്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മത്തന്റെ ഇല തോരന് വേണ്ടത്. ആ മണമൊക്കെ വരുമ്പോ തികച്ചും നാച്ചുറൽ. പിന്നെ അതുപോലെ തേങ്ങ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ലൊരു മണം എല്ലാം കൂടി കിട്ടുന്നത്. അപ്പൊ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമ്മളിപ്പോ കഴുകി എടുത്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ്, കട്ട് ചെയ്ത് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് പാടിയിലെ മത്തന്റെ ഇലയും കൂടിയാണ്. മത്തന്റെ ഇലയാണ്. അപ്പൊ നമുക്കത് ആദ്യമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചെണ്ണം ഇതായിട്ട് എടുക്കുക. ഈ തണ്ടുണ്ടല്ലോ, ഈ വക്ക് അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് പൊടിയായിട്ടൊന്ന് അരിയാം. മത്തനെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. മാറ്റി വയ്ക്കാം. ഇനി പച്ചമുളകും ഉള്ളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി പച്ചമുളക് ഒന്ന് കട്ട് ചെയ്യാം. നമ്മൾ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒന്ന് ഗ്യാസ് ഓണാക്കുക. പാനൊന്ന് അടുപ്പിൽ വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3 കപ്പൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 6 പച്ചമുളക് അതും ചേർത്ത് കൊടുക്കാം. ഉള്ളി കുറച്ച് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ലേശം നമുക്കൊരു കണക്കറിയാമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കാം. ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ആവിയിൽ നന്നായി വേവും. ഇതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് നല്ല ചൂട് ചട്ടിയല്ലേ, നല്ല ചൂട്. ഗ്ലൗസ് ഇട്ടിട്ടൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ചുങ്ങി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. മത്തൻ്റെ ഇലയ്ക്ക് നല്ല വേവുണ്ട്. ആവിയിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കണം. വെള്ളം ഒഴിക്കാൻ പാടില്ല, ആവിയിൽ തന്നെ വേവിച്ചെടുക്കണം. ഒന്നുകൂടെ അടച്ചു കൊടുക്കുക. അടച്ചു വെച്ച് തന്നെ വേവിക്കാം. തുറന്ന് നോക്കാവുന്ന നമ്മുടെ തോരൻ, മത്തനെല തോരൻ നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടല്ലോ, അതിനെ ഇതിന് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് തേങ്ങ ഇടാൻ പാടില്ല. ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കാം, ഒരു മണത്തിന് വേണ്ടിയിട്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അവിടെ ടേസ്റ്റ് ആയിട്ടുള്ള മത്തൻ്റെ ഇല തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ടേസ്റ്റ് നോക്കാം. സദ്യക്കൊരു 100 കൂട്ടത്തിലെ മത്തൻ്റെ ഇല തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കണം. ഇനി അതിന്റെ ടേസ്റ്റ് നോക്കൽ ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. ടേസ്റ്റ് നോക്കില്ലേ? ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കിക്കോളൂ. പിന്നെ അടിപൊളി തന്നെയല്ലേ, പറയാനില്ല. കാരണം ഇത് ആര് വെച്ചാലും അടിപൊളിയാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെക്കുന്നത് വെളിച്ചെണ്ണയിൽ കുറച്ചൊന്നും വെളിച്ചെണ്ണ തൂവണം തോന്നുന്നു. ഒന്നുകൂടി വെളിച്ചെണ്ണ ഇതിന്റെ ഹൈലൈറ്റ് ഒന്നുകൂടി തൂവല്ലേ. കാരണം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെതായ ഒരു നല്ല മണം വരുന്നത്. കുറച്ച് വെളിച്ചെണ്ണ കുറവായ പോലെ തോന്നി. ഇപ്പൊ റെഡി. നോക്കൂ സാറേ,
കഴിക്കാൻ വേണ്ടി ഒഴിച്ചതാണ് തോന്നുന്നു അല്ലേ എല്ലാ പ്രാവശ്യം. കാരണം ഉപ്പും ബാക്കി എല്ലാം കറക്റ്റ് ആണ്. ഒരു എരിവ് ഉപ്പ് ബാക്കി എല്ലാം കറക്റ്റ് ആണ്. വെളിച്ചെണ്ണ എപ്പോഴും ഒന്ന് മുന്തി നിൽക്കണം. ആ കാരണം വെളിച്ചെണ്ണ ഒന്ന് മുന്തി നിൽക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നാച്ചുറൽ സംഭവം. അടിപൊളി. മത്തന്റെ ഇല തോരൻ എല്ലാവർക്കും അറിയുന്ന കറിയാണ്. പക്ഷെ നമ്മള് അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ സദ്യക്ക് ഒരു 100 കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയത്. അറിയാത്തവർക്ക് വെക്കാം. പിന്നെ അപ്പൊ അപ്പൊ മത്തന്റെ ഇല തോരൻ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. അറിയാത്തവര് എന്നിട്ട് കമന്റിലൂടെ ഞങ്ങൾക്ക് അറിയിക്കാം, ഉണ്ടാക്കി നോക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് പരിപ്പിട്ട് കറി വെക്കാം അല്ലേ, പിന്നെ താളിക്കാം. അങ്ങനെ ഒരുപാട് 2-3 ഐറ്റംസ് കറി വെക്കാം. പിന്നെ വേറെ മത്തൻ സാധാരണ നമ്മൾ മത്തൻ കട്ട് ചെയ്ത് വെക്കില്ലേ, മത്തന്റെ കൂട്ടാൻ വെക്കുന്നതിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഇടാറുണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പിടിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും പാടി ഫുഡ് സെന്റർ ബൈ.